എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സും ഒരുപാട് സന്തോഷവും നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ ചാനലിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു കേട്ടോ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഇതൊരു ടോപ്പിക് എന്ന് ചോദിച്ചാൽ ഇത് മോസ്റ്റ് കോമൺലി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും വരുന്ന ഡൗട്ടാണ് കേട്ടോ. ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയേക്കാം, എന്നാൽ ചിലത് വളരെ വൈകിയാകും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ എനിക്ക് ഡിലേ ആകുന്നത്, എന്നാൽ ചിലത് ഞാൻ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകുന്നുമുണ്ടല്ലോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം അല്ലേ. അതിനുത്തരം നമ്മുടെ കൂടെ ആദ്യം മനസ്സിലാക്കുക, യൂണിവേഴ്സ് നമ്മളോട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നോ പറയുന്നില്ല. പക്ഷേ നമ്മളാണ് യൂണിവേഴ്സിനോട് ആ നോ എന്ന ആൻസർ വാങ്ങിക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ റെസ്പോൺസ് ആയിട്ട് നമ്മൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ ചിന്തകളാണ് കേട്ടോ. കാരണം നമ്മുടെ ചിന്തകൾ നമ്മുടെ യൂണിവേഴ്സിന് നമ്മുടെ ഒരു ഭാഷയും മനസ്സിലാകുന്നില്ല. പകരം നമ്മൾ കൊടുക്കുന്ന തോട്ട്സ്, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ വൈബ്രേഷൻ, അതിൽ നമ്മൾ കൊടുക്കുന്ന ഇമോഷൻസ് ആണ് ആര് മനസ്സിലാക്കുന്നത്? യൂണിവേഴ്സ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡ് മാത്രം കറക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ തോട്ട്സ്, കൊടുക്കുന്ന ഇമോഷൻസ് കറക്റ്റ് ആയിരിക്കുക, അതിന് കറക്റ്റായിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് ആയാലും നമ്മുടെ തോട്ട്സ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലും നമ്മുടെ വൈബ്രേഷൻസ് എന്താകും? അതിനനുസരിച്ച് മാച്ചപ്പ് ആകും. അപ്പോൾ നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഏത് തരം തോട്ട്സ് ആണെന്ന് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമുക്ക് പണത്തിൻ്റെ ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയിൽ എപ്പോഴോ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഇത്ര രൂപ വേണമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അത് നമ്മുടെ ഒരു ചിന്തയാണ്. പക്ഷേ ഇത് യൂണിവേഴ്സ് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്? യൂണിവേഴ്സ് എന്തായിരിക്കും അത് എടുക്കുക? കാരണം നമ്മൾ പറഞ്ഞതിൽ അത് ഏതൊരു ഇമോഷൻസ് ആണ് അതിൽ ഉൾക്കൊള്ളുന്നത്. നമുക്ക് വേണ്ട, ഇപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിനുള്ള പണമുണ്ട്, നമുക്ക് കുറച്ചുകൂടി പണം ആവശ്യമുണ്ടെന്നുള്ള രീതിയിലാണോ, അതോ നമ്മൾ പണത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്നുള്ള ഇമോഷനാണോ, അതോ നമ്മൾ ഓൾറെഡി നല്ലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരാളാണെന്നാണോ? ഇതിൽ ഏത് ഇമോഷൻസ് ആണ് യൂണിവേഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം വ്യക്തമായിരിക്കണം. നമ്മൾ പണത്തിനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എൻ്റെ സമ്പത്ത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്നാണ് നമ്മൾ ആ സെൻറ്റൻസ് പറയുന്നതെങ്കിൽ അതിൽ ഇമോഷൻസ് കറക്റ്റാണ്. കാരണം ഓൾറെഡി അത് ഏത് വൈബ്രേഷനുമായിട്ട് മാച്ച് ആകും? നമ്മുടെ അഭിവൃദ്ധിക്കുള്ള അഫർമേഷനാണ് അല്ലേ അത്. അപ്പോൾ അതേ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷനിൽ തന്നെ അത് എത്തും. കാരണം അതിൽ ഇമോഷൻസിൽ എന്താണ്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്, നമ്മൾ എന്താണ് പറയുന്നത്, എൻ്റെ ധനം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതൊരു പോസിറ്റീവ് സൈൻ അല്ലേ. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫീൽഡിലായിരിക്കും അത് പോയി ചേരുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് കൺവേ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് പോസിറ്റീവ് വേർഡ്സ് മാത്രമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ഇനി ചിലർ ഇപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ കുറേ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, പോസിറ്റീവ് തോട്ട്സ് മാത്രമായിരിക്കാം ആ ഒരു 15 മിനിറ്റ്സിൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇനി ഈ ചെയ്ത ഇവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുകയായിരിക്കും. ചിന്തിക്കുന്നതിൽ ചിലർ ഇങ്ങനെ ചിന്തിക്കുമെന്ന് വിചാരിച്ചേക്കൂ, എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇത്രയും മോശമായിട്ടൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കെന്നും വിഷമങ്ങൾ മാത്രമാണല്ലോ, മറ്റൊരാൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ ഈ 15 മിനിറ്റ് അവർ പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയും ബാക്കിയുള്ള ഫുൾ സമയവും അവരുടെ മൈൻഡിലൂടെ പോകുന്നത് ഇതുപോലത്തുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുമായിരിക്കും. അപ്പോൾ ഈ അവരുടെ ഡോമിനൻറ്റ് തോട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നെഗറ്റീവാണ്. അവർ ആകെക്കൂടെ 15 മിനിറ്റ് മാത്രമാണ് അവർ കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് തോട്ട്സിന് വേണ്ടി മാറ്റിവെക്കുന്നതും. ബാക്കിയുള്ള സമയങ്ങളിൽ അവരെ തന്നെ അറിയാതെ എന്താണ്, അവരുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് പോവുകയാണ്. ഈ നെഗറ്റീവ് തോട്ട്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലേക്കുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണ്. നിങ്ങളും അങ്ങനെ തന്നെ വിഷ്വലൈസ് ചെയ്യൂ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ പോലെയാണ്. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് അപ്പോൾ തന്നെ നമ്മുടെ യൂണിവേഴ്സിൽ പോയി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം വളരെ മോശമായാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയാതെയാണെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് പറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതും അതേപോലത്തെ കാര്യങ്ങളായിരിക്കും. നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പോസിറ്റീവ് വശം കുറവും, നമ്മൾ നെഗറ്റീവ് വശമായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ തോട്ട്സിന്, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ അപ്പാടെ മാറ്റി വയ്ക്കാനോ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോസിറ്റീവ് മാത്രം ചിന്തിച്ചു തുടങ്ങാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് കുറച്ചൊക്കെ കോൺഷ്യസ് ആയി എന്ത് ചെയ്യുക, നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ പലർക്കും അറിയാതെ ചെയ്യുന്നതാണല്ലേ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അറിയാതെ പതിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറപ്പായും പതിയും. അപ്പോൾ നിങ്ങളിത് കുറച്ച് ദിവസം
ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന റെസ്പോൺസും അതേ രീതിയിലായിരിക്കും. നിങ്ങൾ തിരിച്ചറിവ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉണ്ടാവുകയും അത് കഴിയുമ്പോൾ പതിയെ പതിയെ നിങ്ങൾ ആ തോട്ട്സിൽ നിന്നും കുറേയൊക്കെ വെളിയെ വരികയും ചെയ്യും. അങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറേ നാൾ കഴിയുമ്പോൾ കൺസിസ്റ്റൻസി അത് പ്രധാനമാണ് കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടുകയും നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സംഭവിക്കുന്നതിൽ വളരെ അതിൻ്റെ പെർസെൻറ്റേജ് കുറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കോ നമ്മൾ പെട്ടെന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് അതേപടി തിരിച്ചു കിട്ടുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തോട്ട്സിൽ നെഗറ്റീവ്സ് കുറയുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ തിങ്ക് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അതേ വൈബ്രേഷൻ, ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാച്ച് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത തന്നെയാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ പല പ്രാക്ടീസിലൂടെയും നമ്മൾ കോൺഷ്യസ് ആയിട്ടുമൊക്കെ എന്ത് ചെയ്യുക, പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുക. പറയുന്ന വാക്കുകളിൽ എപ്പോഴും പോസിറ്റീവ് നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഇതിന് കുറച്ച് പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ മതിയാകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നേ ദിവസം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ധനം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. എന്നിലേക്ക് ഇന്ന് വന്നു ചേരാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പറയുക. ഇങ്ങനെ ഒരു 3 അഫർമേഷൻ മതി. നിങ്ങൾ എഴുന്നേറ്റുടൻ യൂണിവേഴ്സിലോ ഇങ്ങനെ ഓപ്പൺ സ്പേസിലോ എവിടെ നിന്നായാലും നിങ്ങൾക്ക് മൈൻഡിന് പീസായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ അഫർമേഷൻ പറയുക. രാവിലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പറയുക, ഇന്നേ ദിവസം എൻ്റെ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കിയ പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നിൽ വന്നു ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞ് നിർത്തുക. ഇത്രയും രാവിലെയും രാത്രിയും നിങ്ങൾ കഴിവതും ഡെയിലി റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്ന പോസിറ്റീവ് അഫർമേഷൻസിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്താനും നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു മോശം അവസ്ഥയിലോട്ട് പോയി എന്ന് പറയാൻ തോന്നുമ്പോഴും മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ പറയുന്നതാണ് നമ്മൾ പിന്നെ ആകർഷിക്കാൻ പോകുന്നതും. അത് നമ്മുടെ മനസ്സിൽ പതിയുന്ന സ്ഥാനത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് കൂടുകയും നെഗറ്റീവ് തോട്ട്സ് കുറയുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് രാത്രി ഈ അഫർമേഷൻ പറഞ്ഞതിന് ശേഷം ഹോ ഓപ്പണോപോണോ പ്രയർ പറയുകയോ കേൾക്കുകയോ ചെയ്യാം. മൈൻഡിന് റിലീഫും ക്ലെൻസിങ്ങും പ്രോസസ്സാണ് കേട്ടോ ഹോ ഓപ്പണോപോണോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ചാൻഡിങ് ഉണ്ട്, 108 റെപ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചാൻഡ് ചെയ്യാവുന്നതാണ് ഹോ ഓപ്പണോപോണോ. ഡെയിലി ചാൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ്സ് ഒരുപാട് കുറയും കേട്ടോ. അപ്പോൾ ചിന്തകൾ വളരെ സൂക്ഷിക്കുക. ഡോമിനൻറ്റ് തോട്ട്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കട്ടെ. നെഗറ്റീവ് തോട്ട്സ് കഴിയുന്നതും നമ്മൾ കോൺഷ്യസ് ആയി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് തിങ്സ് ആകർഷിക്കാൻ സാധിക്കും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.